നമ്മളൊന്നും അറിയണ്ട, നമ്മളത് കൊടുക്കുന്നു, ഇത് എത്തിക്കുകയും അരി മേടിച്ചു കൊണ്ടുവരികയും കുക്ക് ചെയ്യുകയും പാത്രത്തിലാക്കി ഈ രോഗിയുടെ ബന്ധുക്കൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവർക്ക് താമസം, സൗകര്യം, ഫ്രീ ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വലിയൊരു സമൂഹം ഇവരൊക്കെ ചെയ്യുന്ന നന്മ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കേരളക്കാരെ അള്ളാഹു ശിക്ഷിക്കാത്തത്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. കാരണം നമ്മൾ കുറെ കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൈസ കിട്ടിയതിന്റെ പിന്നെ നമ്മുടെ കുട്ടികളെ ചാടിപ്പോക്കും, നമ്മുടെ വീടുകളിൽ വ്യഭിചാരങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്റെ അള്ളാഹു ശിക്ഷിക്കാത്തത് ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെ കണ്ണീരൊപ്പുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടായിരിക്കണം. ഇവർ നമുക്ക് തണലാണ്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നുള്ള മറയാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് തങ്ങളുടെ പേരിലെ ഈ സ്ഥാപനം, അതിന്റെ സ്ഥലം അക്വയർ ചെയ്തു, അതിന്റെ ഏകദേശ പേയ്മെന്റുകൾ തുടങ്ങിക്കഴിഞ്ഞു. വലിയൊരു സംഖ്യ ആവശ്യമുണ്ട്. ഇൻഷാ അള്ളാഹ് അതിന്റെ പ്രവർത്തനം ഗംഭീരമായിട്ട് നടന്ന് ബാംഗ്ലൂരിൽ നമ്മുടെ സ്വന്തമായ ഒരു ആസ്ഥാനം, അവിടെ രോഗികൾക്ക് വന്ന് താമസിക്കാനുള്ള സൗകര്യം, അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട ശുശ്രൂഷയും ചികിത്സയും മരുന്നൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ ഒരുപാട് ആളുകൾ, ഇപ്പൊ ബി ആർ ഷെട്ടിയെ പോലെയുള്ള ആളുകൾ മംഗലാപുരത്തുള്ള, അതോ അവരുടെ സുധീർ കുമാർ ഷെട്ടി, ഇവരൊക്കെ ഒരുപാട് സംഖ്യ കൊടുക്കുക. 50 ലക്ഷമൊക്കെ ബി ആർ ഷെട്ടി ഒറ്റയടിക്ക് തിരുവനന്തപുരത്തെ സി സെന്റർ വേണമെന്ന് പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിനൊക്കെ അള്ളാഹു ഇസ്ലാമിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം. ഇപ്പൊ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ നോമ്പ് 3-ന്റെ അന്ന് കണ്ണൂർ ജില്ലാ KMCCയുടെ കീഴിൽ CH സെന്ററിന്റെ ഒരു പരിപാടി നടന്നു. കണ്ണൂർ CH സെന്ററിന്റെ അന്ന് ബി ആർ ഷെട്ടി അവർ വന്നപ്പോൾ എനിക്കൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു, മൊത്തം പരിപാടി ഇംഗ്ലീഷിലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചു, ഈ ജീവകാരുണ്യ പ്രവർത്തനം വെച്ച് പറഞ്ഞു. അദ്ദേഹം എനിക്ക് ശേഷം സംസാരിച്ചത് വളരെ സ്നേഹത്തോടെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളെ ഏറ്റുപറഞ്ഞ് അദ്ദേഹം ആ സന്തോഷം രേഖപ്പെടുത്തി. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. ഇങ്ങനെ സന്മനസ്സുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കരമായ അദ്ദേഹം കൊടുക്കുന്ന സംഖ്യ കയ്യും കണക്കൂല. CH സെന്ററിനും KMCCക്കും. അത് കാരണം അവർ പറയുന്നത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും. ഈ സംഖ്യ നിങ്ങളിത് മോഷണം ചെയ്ത് കൊണ്ടുപോകില്ല, നിങ്ങളിത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹം ട്രിവാൻഡ്രത്തെ കോഴിക്കോട്ടേക്ക് സെന്റർ കണ്ണിൽ കണ്ട ആളാണ്. അവിടെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളെ സഹായിക്കാനാണ് CH സെന്റർ നിൽക്കുന്നത്. പാവപ്പെട്ടവർക്ക് ഡയാലിസിസ് ഫ്രീ ചെയ്തു കൊടുക്കുക. അപ്പോ ഇവരൊക്കെ തയ്യാറാ, പിന്നെ നമ്മൾ തയ്യാറാവണ്ടേ? അപ്പൊ നമ്മൾ ബി ആർ ഷെട്ടിക്ക് വേണ്ടി ദ്വാരക്കണം കേട്ടോ. അദ്ദേഹത്തിന്റെ സഹോദരൻ സുധീർ കുമാർ ഷെട്ടി, മറ്റൊരുപാട് ആളുകൾ. എന്തിനാ ദ്വാരക്കേണ്ടത്? ദുന്യാവിൽ അള്ളാഹുർക്ക് അനുഗ്രഹം കൊടുക്കണം, പിന്നെ ഇസ്ലാമിലേക്കുള്ള ഹിദായത്തിന് വേണ്ടി ദ്വാരക്കണം. നല്ല മനുഷ്യന്മാരാ. അദ്ദേഹം ബിസ്മില്ലയുടെ പ്രസംഗം തുടങ്ങിയത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട്, യാ അള്ളാഹ്. അപ്പൊ അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. വളരെ നല്ല മനുഷ്യരാണ്. അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം. അവരുടെ അഭാവത്തിൽ നമ്മൾ ദ്വാ ചെയ്യണം. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഇൻഷാ അല്ലാഹ് ഈ സംഭവം ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ, ഈ സെന്റർ ഫോർ ഹ്യൂമാനിറ്റി, ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് നമ്മുടെ സ്വപ്നമാണ്. അത് ബാംഗ്ലൂർ നഗരം ഹോസ്പിറ്റലുകളുടെ സമീപ പ്രദേശത്താണ് ഈ സ്ഥലം കിടക്കുന്നത്. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ഇവരുണ്ടായിരിക്കുമ്പോൾ നമുക്ക് സഹായിച്ചാൽ പോരെ? അവർ ചെയ്തു കൊടുക്കാൻ തയ്യാറാ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലും ഒക്കെ വളരെ വലിയ സന്തോഷം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതാണ്. രോഗികളെ സന്ദർശിക്കുക ഭയങ്കരമാണ്. അവരൊന്ന് പറയുമായിരുന്നു, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഫൗഖകും. നിങ്ങൾ എപ്പോഴും താഴേക്കിടയിലുള്ളവരിലേക്ക് നോക്കണം, മേലോട്ട് നോക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും സൗകര്യവും സുഖമുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്.